ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എൻ്റെ ഈ ലുക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഹോളാണ്. ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ക്രിസ്മസിന് നമുക്ക് കോളേജിൽ ഫങ്ഷൻസ് ഉണ്ടാകും, അതേപോലെ പാർട്ടീസ് ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാകും ക്രിസ്മസിന്. അപ്പോൾ അപ്പോഴൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് അടിപൊളി ഡ്രസ്സുകളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ അടിപൊളി ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേറ്റ് നിങ്ങൾ വിചാരിക്കേണ്ട, അഫോർഡബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ആ ഒരു കളക്ഷനിൽ പെട്ടതാണ്. ഇത് ഒരു കോഡ് സെറ്റാണ്. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് അനഘ. അപ്പോൾ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കൂ, വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇതേപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഡ്രസ്സ് ഒരു കോഡ് സെറ്റാണ്, റെഡ് കളറിലാണ് വരുന്നത്. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. സ്ലീവ്ലെസ് ആണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ്. മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇടാൻ വേണ്ടിയിട്ടും. ബാക്കിൽ ഒരു കെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 380 ആണ് കേട്ടോ. അഫോർഡബിൾ അല്ലേ, നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ടും. ആ ഒരു റേഞ്ചിന് ഓക്കെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ഐ ലുക്ക് ചെയ്തത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നേക്കുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഡ്രസ്സ് നോക്കാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരുവിധം ഡ്രസ്സുകളൊക്കെ ആ ഒരു ക്രിസ്മസ് തീമിലുള്ളതാണ്. ഗ്രീൻ ഒഴിച്ചിട്ട് ബാക്കി റെഡും വൈറ്റും ഒക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഈ ഒരു ഇത് കുറച്ച് മുന്നേ കളിച്ചൊരു ഡ്രസ്സാണ്, ആലിയ കട്ട് മോഡൽ എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചുരുക്കാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇങ്ങനെ മോൾ ഭാഗത്ത് ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള വൈറ്റ് ഡോട്ട് വരുന്നുണ്ട്. അതേപോലെ സ്ലീവിൽ ലേസ് ആണ് കേട്ടോ. കഴുത്തിൻ്റെ അവിടെയും ലേസ് ആണ് വന്നിരിക്കുന്നത്. വി ആണ് വരുന്നത് കേട്ടോ. നെക്ക് മാത്രമായിട്ട് ഇടാൻ അടിപൊളിയാണ്. ഒരു ഫ്രോക്ക് മോഡലൊക്കെ ആയിട്ട് ഇടാം കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 250 ആണ്. ഞാൻ ആ ഒരു ഓഫർ നടക്കുന്ന സമയത്താണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇപ്പം അതിൻ്റെ റേറ്റ് മാറിയോന്ന് എനിക്കറിയത്തില്ല. എന്നായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ റേറ്റ് എങ്ങാനും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് വന്നേക്കുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ വൈറ്റ് ആയിട്ടും ഇവിടെ റെഡ് ആയിട്ടൊക്കെ വരുന്നതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൈസ് ഞാൻ ലാർജാണ് എടുക്കൽ കേട്ടോ. ഇത് ലാർജ് എനിക്ക് കറക്റ്റാണ്. ഈ ഒരു ഡ്രസ്സ് ഇത് എനിക്ക് പൊട്ടിക്ക് ലൂസാണോ എന്നൊരു ഡൗട്ടുണ്ട്. ചില ഡ്രസ്സുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറയലുണ്ട്, ചില ഡ്രസ്സുകൾ ലാർജ്, എൻ്റെ സൈസ് ലാർജ് ആണെങ്കിലും എനിക്ക് ചിലത് ലൂസായിട്ടും ചിലത് ഭയങ്കര ടൈറ്റായിട്ടൊക്കെ വരാറുണ്ട്. അതിൻ്റെ മുകളിൽ ലാർജ് തന്നെയായിരിക്കും, പക്ഷേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഓരോ പോലെ ആയിരിക്കും അല്ലേ സൈസിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് റെഡ് തന്നെ കാണിക്കണ്ടല്ലേ, ഇനി വൈറ്റ് കാണിക്കാം. ഫ്രോക്കാണ് കേട്ടോ. ഞാൻ വൈറ്റിൽ എടുത്തതാണ്. ഫുള്ള് റെഡ് ആയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് തോന്നിയിട്ട് എടുത്തൊരു ഡ്രസ്സാണിത്. വൈറ്റ്. ഇത് കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് കളിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ സ്ലീവ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാതെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട്. ഞാൻ ഇട്ട ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഓഫ് ഷോൾഡർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെയും അതേപോലെ എലാസ്റ്റിക് വരുന്നുണ്ട്. ഇങ്ങനെ തട്ട് ഫ്രില്ല് പോലെ ഇങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് വന്നിരിക്കുന്നത്. നമുക്ക് മുട്ടിൻ്റെ കുറച്ച് താഴേക്ക് ആ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അതിൽ അവൈലബിൾ ആണ്. 200 and something ആണ് ഇതിൻ്റെ റേറ്റും വന്നേക്കുന്നത് കേട്ടോ. ഇതും കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ലാർജ് ആണെങ്കിൽ എക്സൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇതേപോലെ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, അടുത്തത് നോക്കാം അല്ലേ.
നമ്മൾ വൈറ്റ് കണ്ടില്ലേ, വൈറ്റ് കണ്ടതുപോലെ തന്നെ സെയിം ആണ്, പക്ഷെ കുറച്ച് ലെങ്ത് കൂടുതലാണെന്നേ ഉള്ളൂ. ഇതാണ് വരുന്നത്. സെയിം തന്നെ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ സ്ലീവും അതേപോലെ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ അങ്ങനെ എലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതിൻ്റെ എൻഡിലേക്കാണ് വരുന്നത്. അതേപോലെ തന്നെ സെയിം തന്നെ, ഇറക്കം കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഓഫ് ഷോൾഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതായാലും ലാർജ് ഉള്ളവർ എക്സൽ എടുക്കുന്നതും മീഡിയം ഉള്ളവർ ലാർജ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഞാൻ ലാർജ് തന്നെയാണ് നോക്കിയെടുത്തത്. എനിക്ക് കുറച്ചൊരു ഈ ഒരു ഭാഗം ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ലിങ്കും ഞാൻ കൊടുക്കാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ 1 2 3 4 നാലാമത്തെ ഡ്രസ്സ് ഇതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണ് കാണാം. ലാസ്റ്റ് വണ്ണ് ഞാൻ പിക്ചറിൽ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ ഫ്ലോപ്പായിപ്പോയി ഗൈസ്. ഞാൻ കാണിച്ചു തരാം. എനിക്കത് ഇടാനും ഒരു ചമ്മലുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ട് കാണിച്ചു തരും. നിങ്ങൾ പറയാറുണ്ട് അത് ഇട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി മനസ്സിലാവുന്നതെന്ന്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇട്ട് കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. സോ നമുക്ക് ലാസ്റ്റ് വണ്ണ് കാണാം. സോറി ഗൈസ്, ലാസ്റ്റ് വണ്ണല്ല, അതിന് മുന്നേ ഒരു ടോപ്പ് ഉണ്ട് കേട്ടോ, ജീനിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ. ഇതാണ് ആ ഒരു ടോപ്പ് വരുന്നത്. ഒരു ബനിയൻ ക്ലോത്ത് മോഡലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ ഒരു പഫ് പോലെ ആയിട്ട് ഫുൾ സ്ലീവ് ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ബ്ലൂവോ അങ്ങനെ എന്തോ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്രിസ്മസ് അല്ലേ, അപ്പം നമ്മൾ റെഡാണ് എടുത്തേക്കുന്നത്. ഇതാണ് വരുന്നത്. ഇതിന് ജസ്റ്റ് 200 and something അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4th വണ്ണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോപ്പായ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടാൽ പളപ്പള തിളങ്ങുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ച മാതിരി ആയില്ല സജി. അതാണ് പറ്റിയത്. ഇതാണ് ആ ഡ്രസ്സ്. ഇതിങ്ങനെ ബോഡി കോണായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ അത് ലൂസായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ലാർജ് തന്നെയാണ് എടുത്തത്, പക്ഷേ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിനൊക്കെ കുറച്ചുകൂടി സ്ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ ഇതേമാതിരി ഒരു കോലത്തിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. എടുത്തേലും വെച്ചിട്ട് ഇതാണ് കുറച്ചൊന്ന് ഫ്ലോപ്പായി പോയത് കേട്ടോ. പക്ഷേ രസമുണ്ട് കാണാൻ. ആ ഒരു 200 and something അല്ല, ആ ഒരു റേഞ്ചിന് നമുക്ക് ഒപ്പിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് വന്നേക്കുന്നത്. ഇതൊരു വെൽവെറ്റ് ഇല്ലേ, റേറ്റ് കുറഞ്ഞ വെൽവെറ്റ് ഇല്ലേ, അതിൻ്റെ മുകളിൽ സീക്വൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഉള്ളിൽ നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ് വരുന്നത് കേട്ടോ. ഈ ക്രിസ്മസ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ അടിപൊളിയായിരിക്കും. നൈറ്റിലായിരിക്കും ഇത് കുറച്ചുകൂടി രസം ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്. ഇതിനും ഞാൻ പറഞ്ഞില്ലേ 200 and something അങ്ങനെ എന്തോ ആണുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് പാളിപ്പോയ ഡ്രസ്സ്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് കളക്ഷനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ റിപ്പീറ്റ് പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. എന്നാലേ ഞാൻ ഫ്യൂച്ചറിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ബൈ.